ഹായ്, അടുത്ത ടോപ്പിക്കാണ് ഇറോട്ടേഷണൽ ഓർ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ്. Let F equal to vector F equal to mi plus nj be a vector field. Then F is said to be conservative if and only if. ഇതെന്താണ്? If and only if dou m by dou y equal to dou n by dou x. F എന്ന് പറയുന്നത് mi plus nj ഇതൊരു വെക്ടർ ഫീൽഡാണ്. ഇവിടെ ഐയുടെ കൂടെ വരുന്ന എം അതിന്റെ വിത്ത് റെസ്പെക്ട് വൈ എടുത്തിട്ട് ജെയുടെ കൂടെ വരുന്നത് എൻ ആണ്, അതിന്റെ വിത്ത് റെസ്പെക്ട് എക്സ് എടുക്കും. ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സും ഈക്വൽ ആണെങ്കിൽ എന്താണ്? ഈ എഫിന് നമുക്ക് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണെന്ന് പറയാം. ഇനി ഈ എഫ് എന്ന് പറയുന്നത് 3D ആണെങ്കിൽ mi പ്ലസ് എൻ ജെ പ്ലസ് പി കെ 3D ആണെങ്കിൽ ഇതൊരു വെക്ടർ ഫീൽഡാണ്. ദെൻ എഫ് ഈസ് സെറ്റ് ടു ബി കൺസർവേറ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡൽ ക്രോസ് എഫ് ഈക്വൽ ടു 0. കേൾ ഡൽ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ കേളാണ്. അപ്പൊ കൺസർവേറ്റീവ് ആണെങ്കിൽ ഡൽ ക്രോസ് എഫ് 0, അതായത് കേൾ ഓഫ് 0 ആയിരിക്കും. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഇവിടെ നിന്ന് നമുക്ക് എന്താണ് എമ്മും എന്നും പിയും മാറ്റിയെടുക്കാമല്ലോ. അപ്പം എം ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ ഇസെഡ് ആയിരിക്കണം. ഡോ എം ബൈ ഡോ ഇസെഡ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ എക്സ് ആയിരിക്കണം. അതേപോലെ ഡോ എൻ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ എം ബൈ ഡോ വൈ ആയിരിക്കണം. ഇതിനേക്കാൾ എളുപ്പമാണ് ഡൽ ക്രോസ് എഫ് കേൾ 0 എന്ന് പറഞ്ഞാൽ മതി. കേൾ 0, അതായത് ഡൽ ക്രോസ് എഫ് 0 ആണെങ്കിൽ ഈ എഫ് എന്ന് പറയുന്ന വെക്ടർ ഫീൽഡ് കൺസർവേറ്റീവ് ആണ്. കൺസർവേറ്റീവ് ആണെങ്കിൽ ഇറോട്ടേഷനുമാണ്. അപ്പൊ എന്താണ്? ഒരു 2D ആണെങ്കിൽ ഇവിടെയും കേൾ എടുക്കാം, ഇവിടെയും കേൾ എടുക്കാൻ പറ്റും. കേൾ 0 ആണെങ്കിൽ എന്താണ്? കേൾ 0 ആണെങ്കിൽ കൺസർവേറ്റീവ് അഥവാ ഇറോട്ടേഷനിലാണ്. ഇനി ഇത് ബേസ് ചെയ്തുള്ള പ്രോബ്ലം ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട്. വെക്ടർ ഫീൽഡ് എഫ് ഈസ് ഗിവൺ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ്. കൺസർവേറ്റീവ് ആണെങ്കിൽ ഇറോട്ടേഷനും ആയിരിക്കും. ഇവിടെ എന്താണ്? എഫ് തന്നിട്ടുണ്ട്. അപ്പൊ എം എൻ മാറ്റിയെടുക്കാം. എം എന്താണ്? ഐയുടെ കൂടെ വരുന്നതാണ് എം. ഐയുടെ കൂടെ വരുന്ന എന്ത് വരും? 2e2x cos 2y. എൻ എന്താണ്? ആ ജെയുടെ കൂടെ വരുന്നത് -2e2x sin 2y. ഇനി എന്താണ്? ഡോ എം ബൈ ഡോ വൈ. ഡോ എം ബൈ ഡോ വൈ എന്താണ്? വിത്ത് റെസ്പെക്ട് വൈ ആണ്. അപ്പൊ 2e2x കോൺസ്റ്റന്റ്. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് cos 2y? -2 sin 2y -2 sin 2y. അപ്പൊ എന്ത് വരും? -4e2x sin 2y എന്ന് വരും. അവിടെ എന്ത് കണ്ടുപിടിക്കണം? ഡോ എൻ ബൈ ഡോ എക്സ്. ഡോ എൻ ബൈ ഡോ എക്സ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് വരുമ്പോഴത്തേക്ക് -2 sin 2y കോൺസ്റ്റന്റ് ആണ്. e2x ന് 2e2x എന്ന് വരും. അപ്പൊ എന്ത് വരും? -4e2x sin 2y. രണ്ടും ഈക്വൽ അല്ലേ? രണ്ടും ഈക്വൽ ആണ്. അപ്പൊ എന്താണ്? ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആണ്. അതുകൊണ്ട് എന്ത് പറയാം? therefore f is said to be a conservative vector field. അല്ലെങ്കിൽ എന്ത് പറയാം? കൺസർവേറ്റീവ് ആണെങ്കിൽ ഇറോട്ടേഷനുമാണ്. ഇവിടെ നിന്ന് കേൾ 0 ആണെന്ന് പറഞ്ഞാലും മതി. കേൾ 0 ആണെന്ന് കിട്ടിയാലും നമുക്ക് എന്ത് പറയാം? കൺസർവേറ്റീവ് ആണ്, ഇറോട്ടേഷൻ ആണെന്നും പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്ത് ചെയ്യണം? ഈ വെക്ടർ ഫീൽഡ് എഫ് കൺസർവേറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. എന്താണ്? എഫ് തന്നിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത് x² + 6x y² j ആണ്. ഇവിടെ നിന്ന് എമ്മും എന്നും മാറ്റിയെടുക്കാം. എം എന്താണ്? mi plus nj എന്നുള്ള ഫോമിലാണ്. അപ്പൊ എൻ എന്താണ്? ഐയുടെ കൂടെ വരുന്നത് x²y. എൻ എന്താണ്? ജെയുടെ കൂടെ വരുന്ന 6x y². ഇവിടെ നിന്ന് ഡോ എം ബൈ ഡോ വൈ എന്ത് വരും? വിത്ത് റെസ്പെക്ട് വൈ ആണ്. അപ്പൊ x² കോൺസ്റ്റന്റ് വൈക്ക് 1. ഇവിടെ നിന്ന് ഡോ എൻ ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് ആണ്. വിത്ത് റെസ്പെക്ട് എക്സ് എടുക്കുമ്പോൾ എന്ത് വരും? 6y². രണ്ടും ഈക്വൽ അല്ലല്ലോ. ഡോ എം ബൈ ഡോ വൈ നോട്ട് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ്. അതുകൊണ്ട് ഇറോട്ടേഷനും അല്ല. ഇറോട്ടേഷൻ ആണോ ചോദിച്ചാൽ ഇത് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ എന്താണ്? ഇറോട്ടേഷനും അല്ല, കൺസർവേറ്റീവ് അല്ല, ഇറോട്ടേഷനും അല്ല. ഇതിന്റെ ആൻസർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ഇന്റഗ്രൽ എ ടു ബി ഇത് എന്താണ്? ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ജോയിനിങ് എ ആൻഡ് ബി എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഇന്റഗ്രൽ എ ടു ബി ആണ്. ലോവർ ലിമിറ്റ് പോയിന്റ് ആണ് എ, അപ്പർ ലിമിറ്റിന്റെ പോയിന്റ് ആണ് ബി. എ ടു ബി ഉള്ള കർവ്. അതിനകത്തുള്ള ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ജോയിനിങ് ദ പോയിന്റ്സ് എ ആൻഡ് ബി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? ഇറോട്ടേഷനാണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രം മതി. ഇറോട്ടേഷൻ എന്ന് പറഞ്ഞാൽ കേൾ 0 എന്ന് കിട്ടിയാൽ പറയാം ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ജോയിനിങ് എ ആൻഡ് ബി.
അല്ലെങ്കിൽ കൺസർവേറ്റീവ് അല്ലെങ്കിൽ ഇറോട്ടേഷണൽ, ഇതെല്ലാം എന്ത് മതി? കേൾ 0 ആണെന്ന് പറഞ്ഞാൽ മതി. കേൾ 0 എന്ന് കിട്ടി എന്തെല്ലാം പറയാം? ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ജോയിനിങ് എ ആൻഡ് ബി, അതുപോലെ ഇറോട്ടേഷണൽ ആണ്, അതുപോലെ കൺസർവേറ്റീവ് ആണ്. ഇതെല്ലാം പ്രൂവ് ചെയ്യാനായിട്ട് കേൾ 0 ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി. കേൾ കണ്ടുപിടിക്കാം. എന്താണ് കേൾ എഫ് എന്ന് പറഞ്ഞാൽ? ഡിറ്റർമിനന്റ് ഓഫ് ഫസ്റ്റ് റോ വരുന്നത് ഐ ജെ കെ, സെക്കൻഡ് റോ എന്താണ്? ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസെഡ്. തേർഡ് റോ എന്താണ്? ഇവിടെ വരുന്ന ഡി എക്സിന്റെ കൂടെ വരുന്നത് എന്താണ്? അത് 2xy പ്ലസ് ഇസെഡ് ക്യൂബ്. അടുത്ത എന്താണ്? ഡി വൈയുടെ കൂടെ വരുന്ന എക്സ് സ്ക്വയർ. അടുത്ത ഡി ഇസെഡിന്റെ കൂടെ വരുന്ന 3x ഇസെഡ് സ്ക്വയർ. ഇതാണ് എന്താണ്? ഇന്റഗ്രൽ ഓവർ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്നുള്ള ഫോമിലാണ്. അപ്പൊ എഫ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 2xy പ്ലസ് ഇസെഡ് ക്യൂബ് ഇൻറ്റു ഐ പ്ലസ് എക്സ് സ്ക്വയർ ജെ പ്ലസ് 3x ഇസെഡ് സ്ക്വയർ കെ എന്നാണ് വരുന്നത്. അതിനെയാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ എന്താണ്? ആ ഡി എക്സിന്റെ കൂടെ വരുന്ന 2xy പ്ലസ് ഇസെഡ് ക്യൂബ്, ഡി വൈയുടെ കൂടെ വരുന്ന എക്സ് സ്ക്വയർ, ഡി ഇസെഡിന്റെ കൂടെ വരുന്ന 3x ഇസെഡ് സ്ക്വയർ. ഇതിന്റെ കേൾ കണ്ടുപിടിക്കാം. എന്താണ് കേൾ എന്ന് പറയുമ്പം? ഐ ഇൻറ്റു എടുക്കുമ്പം ഐ വരുന്ന കോളവും ഐ വരുന്ന റോയും വേണ്ട. ബാക്കി എന്താണ്? ഡോ ബൈ ഡോ വൈ ഓഫ് 3x ഇസെഡ് സ്ക്വയർ, അവിടെ വൈ ഇല്ല 0, മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് എക്സ് സ്ക്വയർ 0 അല്ലേ, മൈനസ് ജെ ഇൻറ്റു ജെ എടുക്കുമ്പോൾ ജെ വരുന്ന റോയും ജെ വരുന്ന കോളവും ഇല്ല. ബാക്കി എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് 3x ഇസെഡ് സ്ക്വയർ, 3 ഇസെഡ് സ്ക്വയർ ആണ്, മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് ഇത് വരുമ്പോൾ എന്ത് വരും? അതും 3 ഇസെഡ് സ്ക്വയർ ആണ്. അടുത്ത് പ്ലസ് ആണ് കെ ഇൻറ്റു കെ വരുമ്പോഴോ കെ വരുന്ന റോയും ഇല്ല, കെ വരുന്ന കോളവും ഇല്ല. ബാക്കി എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ 2x മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഇതെന്ത് വരും? 2x. അപ്പൊ എല്ലാം വെട്ടിപ്പോയിട്ട് നമുക്ക് 0 എന്ന് കിട്ടും. അപ്പൊ എന്ത് പറയാം? വെക്ടർ എഫ് ഈസ് കൺസർവേറ്റീവ്, ആൾസോ വെക്ടർ എഫ് ഈസ് ഇറോട്ടേഷണൽ. ഇനി എന്ത് പറയാം? വെക്ടർ എഫ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ജോയിനിങ് എ ആൻഡ് ബി. കിട്ടിയില്ലേ? ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ജോയിനിങ് എ ആൻഡ് ബി എന്ന ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇത് കാണുന്നത് കേൾ 0 ആണെന്ന് പറഞ്ഞാൽ മാത്രം മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഷോ ദാറ്റ് എഫ് ഈസ് ഇറോട്ടേഷണൽ ആൻഡ് ഹെൻസ് ഫൈൻഡ് ഇറ്റ്സ് സ്കേലർ പൊട്ടൻഷ്യൽ. നമുക്ക് ആദ്യം ഇറോട്ടേഷൻ ആണെന്ന് പറയണം, എന്നിട്ട് സ്കേലർ പൊട്ടൻഷ്യൽ കാണണം. എന്താണ് ഇറോട്ടേഷൻ എന്ന് കാണുന്നതിന് പകരം കേൾ ഓഫ് 0 എന്ന് പറഞ്ഞാൽ മതി. ഇറോട്ടേഷൻ ആണെന്ന് കാണുന്നതിന് പകരം കേൾ ഓഫ് 0 ആണെന്ന് പറഞ്ഞാൽ മതി. അതായത് കേൾ ഓഫ് എന്താണ്? ഡിറ്റർമിനന്റ് ഐ ജെ കെ. എന്ത് വരും? സെക്കൻഡ് റോ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസെഡ്. എന്ത് വരും? ഐയുടെ കൂടെ വരുന്ന വൈ സ്ക്വയർ കോസ് എക്സ് പ്ലസ് ഇസെഡ് ക്യൂബ്, ജെയുടെ കൂടെ വരുന്ന 2y സൈൻ എക്സ് മൈനസ് 4. അടുത്ത് കെയുടെ കൂടെ വരുന്ന 3x ഇസെഡ് സ്ക്വയർ. ഇങ്ങനെ വരും. ഇനി എന്താണ് ഡിറ്റർമിനന്റ്? ഐ ഇൻറ്റു ഐ എടുക്കുമ്പോഴത്തേക്ക് ഐയുടെ കോളവും ഇല്ല, ഐയുടെ റോയും ഇല്ല. ബാക്കി എന്ത് വരും? ഡോ ബൈ ഡോ വൈ ഓഫ് 3x ഇസെഡ് സ്ക്വയർ 0 അല്ലേ, മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് ഇതെന്താണ്? ഇസെഡ് ഇല്ലാത്തതുകൊണ്ട് ഇതും 0 ആണ്, മൈനസ് ജെ ഇൻറ്റു ജെ എടുക്കുമ്പോൾ ജെയുടെ കോളവും ഇല്ല, ജെയുടെ റോയും ഇല്ല. ബാക്കി എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് 3x ഇസെഡ് സ്ക്വയർ, 3 ഇസെഡ് സ്ക്വയർ ആണ്, മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് ഇതെന്ത് വരും? അതും 3 ഇസെഡ് സ്ക്വയർ ആണ്, പ്ലസ് കെ ഇൻറ്റു കെ എടുക്കുമ്പോൾ കെയുടെ റോയും ഇല്ല, കെയുടെ കോളവും ഇല്ല. ബാക്കി എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇത് എക്സ് ഉണ്ടല്ലോ, അപ്പൊ 2y കോസ് എക്സ് മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഇതെന്ത് വരും? 2y കോസ് എക്സ് തന്നെയാണ്. അപ്പോൾ എല്ലാം വെട്ടിപ്പോയിട്ട് നമുക്ക് 0 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ എന്ത് പറയാം? 0 കിട്ടിയോണ്ട് എന്ത് പറയാം? എഫ് ഈസ് കൺസർവേറ്റീവ്, ആൾസോ എഫ് ഈസ് ഇറോട്ടേഷണൽ. അത് രണ്ടും ആണ്. അപ്പൊ എഫ് ഈസ് ഇറോട്ടേഷണൽ ആൻഡ് കൺസർവേറ്റീവ്. എഫ് ഈസ് ഇറോട്ടേഷണൽ ആൻഡ് കൺസർവേറ്റീവ്. ഇത് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് പറയാം? ഇത് കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്ക് എഫ് ഈക്വൽ ഡെൽഫ എന്ന് എഴുതാൻ പറ്റും. കൺസർവേറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് ഈക്വൽ ഡെൽഫ എന്ന് എഴുതാൻ പറ്റും. സിൻസ് എഫ് ഈസ് കൺസർവേറ്റീവ് വി ക്യാൻ റൈറ്റ് ആസ് വെക്ടർ എഫ് ഈക്വൽ ടു ഡെൽ എഫ്, അല്ല ഡെൽ ഫൈ. ഈ വെക്ടർ എഫിനെ ഡെൽ ഫൈ എന്ന് പറയാൻ പറ്റും. ഈ ഫൈ എന്താണ്? അവിടെ ഒരു സ്കേലർ പൊട്ടൻഷ്യൽ ഫൈ. ഈ ഫൈ എന്ന് പറയുന്നത് സ്കേലർ പൊട്ടൻഷ്യൽ ആണ്. ഇവിടെ നിന്ന് ഫൈ കണ്ടുപിടിക്കണം. എഫ് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് വൈ സ്ക്വയർ കോസ് എക്സ് പ്ലസ് ഇസെഡ് ക്യൂബ് ഐ പ്ലസ് 2y സൈൻ എക്സ് മൈനസ് 4j പ്ലസ് 3x ഇസെഡ് സ്ക്വയർ കെ ഈക്വൽ ടു ഡെൽ ഫൈ എന്താണ്? ഐ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ്
പ്ലസ് ജെ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ഇസെറ്റ്. ഇതാണ് ഇത് ഡെൽ ഫൈൻ്റെ ആണ്. അപ്പോൾ എന്താണ്, രണ്ട് സൈഡും കമ്പയർ ചെയ്യുമ്പോൾ ഓൺ കമ്പയറിംഗ് ബോത്ത് സൈഡ്സ് വി ഗെറ്റ് ഡോ ഫൈ ബൈ ഡോ എക്സ് എന്താണ്, ഐയുടെ കൂടെ വന്ന് രണ്ടും ഈക്വൽ ആയിരിക്കണം. അതായത് ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ കോസ് എക്സ് പ്ലസ് ഇസെഡ് ക്യൂബ് ആണ് അല്ലേ. അതേപോലെ ഡോ ഫൈ ബൈ ഡോ വൈ എന്താണ്, ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് ജെയുടെ കൂടെ വന്ന് രണ്ടും ഈക്വൽ ആയിരിക്കണം. 2y സൈൻ എക്സ് മൈനസ് 4 ആണ്. അതേപോലെ ഡോ ഫൈ ബൈ ഡോ ഇസെഡ് എന്താണ്, കെയുടെ കൂടെ വരുന്നത് 3x ഇസെഡ് സ്ക്വയർ. ഇനി എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഫൈ ഈക്വൽ ടു എന്ത് വരും, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് വൈ സ്ക്വയർ കോസ് എക്സിന് സൈൻ എക്സ് പ്ലസ് ഇസെഡ് ക്യൂബിന് എക്സ് ഇസെഡ് ക്യൂബ് പ്ലസ് ഒരു കോൺസ്റ്റന്റ് വേണം. അതെന്താണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ വൈയും ഇസെഡും വരുന്ന ഒരു കോൺസ്റ്റന്റ് എഫ് ഓഫ് വൈ ഇസെഡ്. ഇതാണ് അടുത്ത. ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഫൈ ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അപ്പൊ 2 ഇൻറ്റു സൈൻ എക്സ് കോൺസ്റ്റന്റ്, വൈക്ക് എന്ത് വരും, വൈ സ്ക്വയർ ബൈ 2 വരും മൈനസ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് 4y പ്ലസ് ഒരു കോൺസ്റ്റന്റ് വേണം ജി ഓഫ് വൈക്ക് അല്ലേ. അപ്പൊ എക്സും ഇസെഡും വരുന്ന ഒരു കോൺസ്റ്റന്റ്, ഈ 2ഉം വെട്ടിപ്പോകും. അപ്പൊ എന്ത് വന്നു, വൈ സ്ക്വയർ സൈൻ എക്സ് ആണ് വരുന്നത്. വൈ സ്ക്വയർ സൈൻ എക്സ് മൈനസ് 4y ഒന്നുകൂടെ എഴുതാം. ഫൈ ഈക്വൽ ടു വൈ സ്ക്വയർ സൈൻ എക്സ് മൈനസ് 4y പ്ലസ് ജി ഓഫ് എക്സ് ഇസെഡ്. ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഇസെഡ് ചെയ്താൽ മതി. അപ്പൊ ഫൈ ഈക്വൽ ടു എന്താണ്, വിത്ത് റെസ്പെക്ട് ടു ഇസെഡ് ആണ് 3x ഇസെഡ് സ്ക്വയർ എന്ത് വരും, ഇസെഡ് ക്യൂബ് ബൈ 3 വെട്ടിപ്പോകും, ഒരു കോൺസ്റ്റന്റ് വരും എച്ച് ഓഫ് ഇസെഡ് അല്ലേ. അപ്പൊ എക്സും വൈയും വരുന്ന ഒരു കോൺസ്റ്റന്റ്. ഇനി ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഫൈ കണ്ടുപിടിക്കാം. ഫൈ എന്താണ്, ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്താണ് നമ്മൾ ഫൈ കണ്ടുപിടിക്കുന്നത്. ഫൈ ആണ് സ്കേലാർ പൊട്ടൻഷ്യൽ. അപ്പൊ സ്കേലാർ പൊട്ടൻഷ്യൽ ഫൈ എന്താണ്, മൂന്നും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ സൈൻ എക്സ് ഇവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്. ഒരെണ്ണം എഴുതുക, ഒരു തവണ എഴുതുക. വൈ സ്ക്വയർ സൈൻ എക്സ് എല്ലാം എഴുതണം. വൈ സ്ക്വയർ സൈൻ എക്സ് എക്സ് ഇസെഡ് ക്യൂബ് ലാസ്റ്റിലും ഉണ്ട്, ഒരു തവണ എഴുതുക എക്സ് ഇസെഡ് ക്യൂബ്. ഇനി മിച്ചം എന്തുണ്ട്, എല്ലാം എഴുതണം. ഇനി ഇവിടെ ഒരു മൈനസ് 4y ഉണ്ട്, നമ്മൾ മൈനസ് 4y അതും കൂടെ എഴുതണം. മൈനസ് 4y ഒരിടത്തേ ഉള്ളൂ, എന്നാലും അത് എഴുതണം. ഇനി എന്താണ് മിച്ചമുള്ളത്, കോൺസ്റ്റന്റ് മാത്രം. എല്ലാ കോൺസ്റ്റന്റും കൂടെ ചേരുമ്പോൾ സി പ്ലസ് സി. ഇതാണ് സ്കേലാർ പൊട്ടൻഷ്യൽ. ഓക്കെ, ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. വെക്ടർ എഫ് തന്നിട്ടുണ്ട്, ഇത് കൺസർവേറ്റീവ് ആണെന്ന് പറയണം. അപ്പൊ എന്ത് ചെയ്യണം, കേൾ എഫ് 0 ആണെന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് ഫൈൻഡ് സ്കേലാർ പൊട്ടൻഷ്യൽ. അപ്പൊ കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, എഫ് ഈക്വൽ ഡെൽ ഫൈ എന്ന് പറയാം. അപ്പോൾ നമുക്ക് സ്കേലാർ ഫീൽഡ് ഫൈ കണ്ടുപിടിക്കാൻ പറ്റും. സ്കേലാർ പൊട്ടൻഷ്യൽ ഫൈ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തെന്താണ്, വീണ്ടും ഒരു പോയിന്റ് കൂടെ ഉണ്ട്, ഫൈൻഡ് ദ വർക്ക് ഡൺ ഇൻ മൂവിംഗ് ആൻ ഓബ്ജെക്ട് ഇൻ ദ വെക്ടർ ഫീൽഡ് ഫ്രം 2 പോയിന്റ്. ഇതാണ് എക്സ്ട്രാ ഉള്ളത്. അപ്പൊ സ്കേലാർ പൊട്ടൻഷ്യൽ ഫൈ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് അപ്പർ ലിമിറ്റ് മൈനസ് ഫൈ ഓഫ് ലോവർ ലിമിറ്റ് ആണ്. സ്കേലാർ പൊട്ടൻഷ്യൽ ഫൈ വരെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നേന്ന് വലുതായിട്ട് ചെയ്ത് വരണ്ട, ഫൈ ഓഫ് ഈ പോയിന്റ് മൈനസ് ഫൈ ഓഫ് ഈ പോയിന്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം കൺസർവേറ്റീവ് ആണെന്ന് പറയണം. എഫ് തന്നിട്ടുണ്ട്, കൺസർവേറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം, കേൾ ഓഫ് 0 ആണെന്ന് കിട്ടിയാൽ മതി. കേൾ ഓഫ് എന്താണ്, ഡിറ്റർമിനന്റ് ഐ ജെ കെ. ഐയുടെ അല്ല അടുത്ത് വരുന്ന ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസെഡ്. അടുത്തെന്താണ്, ഐയുടെ കൂടെ വരുന്ന 2xy പ്ലസ് ഇസെഡ് ക്യൂബ്, ജെയുടെ കൂടെ വരുന്ന എക്സ് സ്ക്വയർ, കെയുടെ കൂടെ വരുന്ന 3x ഇസെഡ് സ്ക്വയർ. ഇനി കേൾ കണ്ടുപിടിച്ചാൽ മതി. കേൾ എന്താണ്, ഐ ഇൻറ്റു ഐ എടുക്കുമ്പോൾ ഐയുടെ കോളവും വേണ്ട ഐയുടെ റോയും വേണ്ട. അപ്പൊ എന്ത് വരും, ഡോ ബൈ ഡോ വൈ ഓഫ് ഇത് വരുമ്പോൾ 0 മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് ഇതെന്താണ്, ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് എക്സ് സ്ക്വയർ 0 മൈനസ് ജെ ഇൻറ്റു ആണ്. ജെ ഇൻറ്റു എടുക്കുമ്പോൾ ജെയുടെ കോളവും വേണ്ട ജോയുടെ റോയും വേണ്ട. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇതെന്ത് വരും, 3z സ്ക്വയർ മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് ഇതെന്താണ്, 3z സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു കെ എടുക്കുമ്പോൾ എന്താണ്, കെയുടെ റോയും വേണ്ട കെയുടെ കോളവും വേണ്ട. ബാക്കി എന്ത് വരും, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ 2x മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഇതെന്ത് വരും, അതും 2x തന്നെയാണ്. എല്ലാം വെട്ടിപ്പോകും, 0 എന്ന് കിട്ടും. അപ്പൊ എന്താണ്, എഫ് ഈസ് സെറ്റ് ടു ബി കൺസർവേറ്റീവ്, ആൾസോ എഫ് ഈസ് സെറ്റ് ടു ബി റൊട്ടേഷണൽ അല്ലേ. അത് എഴുതുക, എഫ് ഈസ് സെറ്റ് ടു ബി കൺസർവേറ്റീവ്.
കൺസർവേറ്റീവ് ആണെങ്കിൽ ഇറോട്ടേഷനുമാണ്. അപ്പൊ എന്ത് പറയാം? കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എഫ് ഈക്വൽ ഡെൽ ഫൈ എന്ന് എഴുതാം. എഫ് ഈക്വൽ ഡെൽ ഫൈ കൺസർവേറ്റീവ് ആണെന്ന് കിട്ടിയല്ലോ. കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എഫ് ഈക്വൽ ഡെൽ ഫൈ എന്ന് എഴുതാൻ പറ്റും. എഫ് ഈക്വൽ ടു ഡെൽ ഫൈ. എന്താണ് എഫ് എന്ന് പറഞ്ഞത്? ക്വസ്റ്റ്യനിലുണ്ട് 2xy പ്ലസ് ഇസെഡ് ക്യൂബ് ഐ പ്ലസ് എക്സ് സ്ക്വയർ ജെ പ്ലസ് 3x ഇസെഡ് സ്ക്വയർ കെ ഈക്വൽ ടു ഡെൽ ഫൈ. എന്താണ്? ഐ ഡോ ഫൈ ബൈ ഡോ എക്സ് ഫോർമുലയാണ്, പ്ലസ് ജെ ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ഫൈ ബൈ ഡോ ഇസെഡ് ആണ്. ഇനി എന്ത് ചെയ്യാം? രണ്ട് സൈഡ് കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഐയുടെ കൂടെ പറഞ്ഞ രണ്ടും ഈക്വൽ ആയിരിക്കും. ഡോ ഫൈ ബൈ ഡോ എക്സ് എന്താണ്? ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഐയുടെ കൂടെ വരുന്ന 2xy പ്ലസ് ഇസെഡ് ക്യൂബ്. അടുത്ത് ഡോ ഫൈ ബൈ ഡോ വൈ എന്താണ്? ജെയുടെ കൂടെ വരുന്നത് എക്സ് സ്ക്വയർ. അടുത്ത് ഡോ ഫൈ ബൈ ഡോ ഇസെഡ് എന്താണ്? ഡോ ഫൈ ബൈ ഡോ ഇസെഡ് എന്താണ്? കെയുടെ കൂടെ വരുന്നതാണ് 3x ഇസെഡ് സ്ക്വയർ. ഇനി എന്ത് ചെയ്യാം? ഇതിനെ ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോഴത്തേക്ക് 5 ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ എക്സിന് 2x സ്ക്വയർ ബൈ 2y പ്ലസ് എക്സ് ഇസെഡ് ക്യൂബ് പ്ലസ് ഒരു കോൺസ്റ്റന്റ് എഫ് ഓഫ് എക്സിനാവുമ്പോഴും വൈയും ഇസെഡും ചേർന്ന് വരുന്ന ഒരു ഫംഗ്ഷനാണ് കോൺസ്റ്റന്റ്. ഇവിടെ എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോഴത്തേക്ക് 5 ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ വൈ പ്ലസ് ഒരു കോൺസ്റ്റന്റ് ജിഒ. എഫ് ഓഫ് എടുത്ത് കഴിഞ്ഞില്ലേ? ജിഒ വൈക്ക് ആയതുകൊണ്ട് എക്സും ഇസെഡും. ഇവിടെ എന്താണ്? ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു ഇസെഡ്. അപ്പൊ എന്ത് വരും? 5 ഈക്വൽ ടു 3x ഇസെഡ് സ്ക്വയറിന് ഇസെഡ് ക്യൂബ് ബൈ 3 പ്ലസ് ഒരു കോൺസ്റ്റന്റ് എച്ച് ഓഫ് ഇസെഡിനല്ലേ എക്സും വൈയും. 3 വെട്ടിക്കളയാം, ഇവിടെ 2 വെട്ടിക്കളയാം. ഇനി മൂന്നും കൂടെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് 5 എടുക്കാം. അപ്പൊ എന്ത് വരും? മൂന്നും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കേലാർ പൊട്ടൻഷ്യൽ 5 എന്താണ്? ഈ 5 എന്ന് പറഞ്ഞാൽ സ്കേലാർ പൊട്ടൻഷ്യൽ. സ്കേലാർ പൊട്ടൻഷ്യൽ 5 ഈക്വൽ ടു ഇതാണ് സ്കേലാർ പൊട്ടൻഷ്യൽ. സ്കേലാർ പൊട്ടൻഷ്യൽ 5 എന്താണ്? ഇതാ ഇവിടെ വരുന്ന എല്ലാ ടേമും എഴുതണം. എക്സ് സ്ക്വയർ വൈ രണ്ടിടത്തുണ്ട്, എക്സ് സ്ക്വയർ വൈ രണ്ടിടത്തുണ്ട് പ്ലസ് എക്സ് ഇസെഡ് ക്യൂബ് പ്ലസ് എന്താണ്? എക്സ് ഇസെഡ് ക്യൂബ് അവിടെയുണ്ട്. ഇനി വേറെ ടേംസ് ഇല്ലല്ലോ. ഇനി എല്ലാ കോൺസ്റ്റന്റും കൂടെ ചേർത്തിട്ട് സി. ഇതാണ് നമ്മുടെ സ്കേലാർ പൊട്ടൻഷ്യൽ 5. ഇനി ഇവിടെ നിന്നാണ് വർക്ക് ഡൺ ഇൻ മൂവിങ് ആൻ ഓബ്ജക്ട് ഇൻ ദി വെക്ടർ ഫീൽഡ് ഫ്രം ഈ രണ്ട് പോയിന്റ്. അപ്പം വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ 5 ഓഫ് അപ്പർ ലിമിറ്റ് ടു വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ 5.314 മൈനസ് 5 ഓഫ് അപ്പർ ലിമിറ്റ് എന്താണ്? 1 മൈനസ് 2 1. ഇത് രണ്ടും കൂടെ കുറച്ചാൽ മതി. അപ്പൊ എന്ത് വരും? അതായത് ഇതിനകത്ത് എക്സിന് 3യും വൈക്ക് അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ 9, വൈക്ക് 1, ഇസെഡിന് 4. ഇതാണ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ വൈ 9 വരും. എക്സിന് 3 ഇൻറ്റു 4 ക്യൂബ് പ്ലസ് ഒരു സിയും കൂടെയാണ് വരുന്നത്. അതാണ് 5 ഓഫ് 314. അടുത്തെന്താണ്? 5 ഓഫ് 1 മൈനസ് 2 1. ഇതിനകത്ത് എക്സിന് 1, വൈക്ക് -2. അപ്പൊ 1 സ്ക്വയറും ഇവിടെ ഒരു -2 പ്ലസ് ഇവിടെ ഒരു എക്സ് ഇസെഡ് ക്യൂബ് 1 ആണ് വരുന്നത്. ഇവിടെ ഒരു സി ഉണ്ട് പ്ലസ് സി അല്ലേ? അപ്പൊ പ്ലസ് സി ആ പ്ലസ് സി വെട്ടിപ്പോവും, രണ്ട് സിയും വെട്ടിപ്പോവും. ബാക്കി എന്ത് വരും? ഇതെന്താണ്? ഇവിടെ 201 എന്ന് വരും, അവിടെ +1 എന്ന് വരും. അപ്പൊ 202 202 ആണ് നമ്മുടെ ആൻസർ. ഇതാണ് വർക്ക് ഡൺ. അപ്പം വർക്ക് ഡൺ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് സ്റ്റെപ്പ് ഒന്നേന്ന് ചെയ്ത് വരണ്ട. നമ്മൾ സ്കേലാർ പൊട്ടൻഷ്യൽ 5 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 5 ഓഫ് അപ്പർ ലിമിറ്റ് മൈനസ് 5 ഓഫ് ലോവർ ലിമിറ്റ് ആണ്. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആൻസർ കിട്ടി കഴിഞ്ഞു. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഇവിടെ എന്താണ്? ഒരു വെക്ടർ എഫ് തന്നിട്ടുണ്ട്. ഇത് ഇറോട്ടേഷൻ ആണെന്ന് പറയണം. ഇറോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കേള് 0 ആയിട്ട് കിട്ടണം. കേള് 0 ആണെങ്കിൽ ഇത് ഇറോട്ടേഷൻ ആണ്, കൺസർവേറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഈക്വൽ ഡെൽ ഫൈ എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 5 കാണാൻ പറ്റും. ആ 5 ആണ് സ്കേലാർ പൊട്ടൻഷ്യൽ. അതുവരെ കണ്ടാൽ മതി. പിന്നെ വർക്ക് ഡൺ കാണാനുള്ള അതില്ല. അപ്പൊ എന്താണ്? എഫ് തന്നിട്ടുണ്ട്. കേളഫ് കണ്ടുപിടിച്ച് നോക്കാം. കേളഫ് എന്താണ്? ഡിറ്റർമിനന്റ് i j k ഡോ ബൈ ഡോ എക്സ്
ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസെഡ്. ആദ്യം എന്താണ് ഐയുടെ കൂടെ വരുന്ന ഇ റൈസ് ടു എക്സ് കോസ് വൈ ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് വൈ ഇസെഡ്. അടുത്തെന്താണ് എക്സ് ഇസെഡ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ. അടുത്തത് എക്സ് വൈ പ്ലസ് ഇസെഡ്. ഇതാണ് ഡിറ്റർമിനന്റ് കാണാം. ഐ ഇൻറ്റു എന്ത് വരും? ഐ ഇൻറ്റു ഐയുടെ കോളവും ഐയുടെ റോയും വേണ്ട. ഡോ ബൈ ഡോ വൈ ഓഫ് ഇത് എന്ത് വരും? ഒരു എക്സ് മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് ഇതെന്താണ്? ഡോ ബൈ ഡോ ഇസെഡ് എക്സ് മാത്രമല്ലേ, മൈനസ് ജെ ഇൻറ്റു ജെ എടുക്കുമ്പോഴേ ജെയുടെ കോളം ഇല്ല, ജെയുടെ റോ ഇല്ല. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇതെന്താണ്? വൈ മാത്രം മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് ഇതെന്താണ്? ഡോ ഇസെഡ് വരുമ്പോൾ ഇസെഡ് വരുന്നതിൽ വൈ മാത്രമേ ഉള്ളൂ. പ്ലസ് കെ ഇൻറ്റു കെ വരുമ്പോൾ കെയുടെ റോയും ഇല്ല, കെയുടെ കോളവും ഇല്ല. ബാക്കി എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സിനാണ്. അപ്പോൾ ഒരു ഇസെഡ് മാത്രമല്ല മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ ഒരു ടൈം മൈനസ് അടുത്തെന്താണ്? ഡോ ബൈ ഡോ വൈ ഓഫ് ഇതാണ്. ഡോ ബൈ ഡോ വൈ ഓഫ് ഇതെന്ത് വരും? ഇ റൈസ് ടു എക്സ് കോസ് വൈക്ക് മൈനസ് സൈൻ വൈ മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലേ. അപ്പൊ ഇവിടെ ഒരു ഇസെറ്റും കൂടെ ഉണ്ട് പ്ലസ് ഇസെറ്റ്. ഇത് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം വെട്ടിപ്പോകും. കണ്ടോ, എല്ലാം വെട്ടിപ്പോകും. ഇതും എല്ലാം വെട്ടിപ്പോകും, ഇതും എല്ലാം വെട്ടിപ്പോകും. അപ്പൊ 0 എന്ന് കിട്ടും. 0 എന്ന് കിട്ടിയ എന്താണ്? എഫ് ഈസ് സെറ്റ് ടു ബി കൺസർവേറ്റീവ്, ആൾസോ സെറ്റ് ടു ബി റൊട്ടേഷണൽ. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? നമുക്ക് സ്കെലാർ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ വേറെ ഒന്നും കണ്ടുപിടിക്കാനില്ല. അപ്പൊ എന്താണ്? എഫ് ഈസ് സെറ്റ് ടു ബി കൺസർവേറ്റീവ്, ആൾസോ എഫ് ഈസ് ഇറോട്ടേഷണൽ. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്ക് എഫ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് എഴുതാൻ പറ്റും അല്ലേ? സിൻസ് എഫ് ഈസ് കൺസർവേറ്റീവ് എഫ് ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽ എഫ് ഈക്വൽ ഡെൽ ഫൈ. എന്താണ് എഫ്? ക്വസ്റ്റിലുണ്ട് ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് വൈ ഇസെഡ് ഇൻറ്റു ഐ പ്ലസ് എക്സ് ഇസെഡ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ ജെ പ്ലസ് എക്സ് വൈ പ്ലസ് ഇസെഡ് ഇൻറ്റു കെ ഈക്വൽ ടു എന്താണ്? ഐ ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ഫൈ ബൈ ഡോ ഇസെഡ്. ഇതാണ്. ഇനി രണ്ട് സൈഡും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഐയുടെ കൂടെ വരുന്ന രണ്ടും ഈക്വൽ ആണ്. അതായത് ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു എന്താണ്? ഐയുടെ കൂടെ വരുന്ന ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് വൈ ഇസെഡ്. ഇതാണ്. ജെയുടെ കൂടെ വരുന്ന ഡോ ഫൈ ബൈ ഡോ വൈ എന്താണ്? എക്സ് ഇസെഡ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ. അടുത്ത് ഡോ ഫൈ ബൈ ഡോ ഇസെഡ് എന്താണ്? ഡോ ഫൈ ബൈ ഡോ ഇസെഡ് എന്ന് പറയുന്നത് കെയുടെ കൂടെ വരുന്ന എക്സ് വൈ പ്ലസ് ഇസെഡ് ആണ്. ഇവിടെ എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഫൈ ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പൊ ഇ റൈസ് ടു എക്സിന് ഇ റൈസ് ടു എക്സ് തന്നെ കോൺസ്റ്റന്റ് ആണ് കോസ് വൈ പ്ലസ് എക്സ് വൈ വൈ ഇസെഡ് എന്ന് എന്ത് വരും? ഇന്റഗ്രൽ എക്സ് വൈ ഇസെഡ് പ്ലസ് ഒരു കോൺസ്റ്റന്റ്. അപ്പൊ എഫ് ഓഫ് എക്സിനല്ലേ, അപ്പം വൈ ഇസെഡ്. ഇവിടെ എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്താൽ മതി. ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഫൈ ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈക്കാണ്. അപ്പൊ എക്സ് ഇസെഡിന് എക്സ് വൈ ഇസെഡ് മൈനസ് ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാണ്. അപ്പം ഡോ ഫൈ ബൈ ഡോ വൈ എന്താണ്? ഫൈ ഈക്വൽ ടു എക്സ് ഇസെഡിന് ഒരു വൈയും കൂടെ വരും, എക്സ് വൈ ഇസെഡ്. ഇവിടെ ഒരു വൈയും കൂടെ വരുമ്പോൾ എന്താണ്? ഇ റൈസ് ടു എക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ സൈൻ വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് കോസ് വൈ എന്ന് വരും. അപ്പൊ പ്ലസ് കോസ് വൈ പ്ലസ് ഒരു കോൺസ്റ്റന്റ് ആണ്, അത് ജി ഓഫ് വൈക്കല്ലേ. അപ്പൊ എക്സും ഇസെഡും വരുന്ന ഒരു ഫംഗ്ഷൻ. ഇനി ഇവിടെ എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു ഇസെഡ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു ഇസെഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫൈ ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു ഇസെഡ് ആണ്. അപ്പൊ എന്ത് വരും? എക്സ് ബൈ ഇസെഡ് പ്ലസ് ഇസെഡിന് ഇസെഡ് സ്ക്വയർ ബൈ 2 പ്ലസ് ഒരു കോൺസ്റ്റന്റ് കൂടെയാണ്, അത് എച്ച് ഓഫ് എക്സും വൈയും ചേർന്ന് വരുന്ന ഒരു ഫംഗ്ഷൻ. അതായത് വിത്ത് റെസ്പെക്ട് ടു ഇസെഡ് വരുമ്പോൾ എക്സും വൈയും വരുന്ന ഒരു ഫംഗ്ഷൻ മതി. അപ്പൊ എന്താവും? ഇത് മൂന്നും കൂടെ കമ്പയർ ചെയ്തിട്ട് ഫൈ കണ്ടുപിടിക്കാം. ഫൈ എന്താണ്? ഇത് മൂന്നും കൂടെ കമ്പയർ ചെയ്തിട്ട് ഫൈ എടുക്കുമ്പോൾ എന്താണ്? ഇ റൈസ് ടു എക്സ് കോസ് വൈ രണ്ടിടത്തുണ്ട്, ഒരെണ്ണം എഴുതാം. ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് എക്സ് വൈ ഇസെഡ് മൂന്നിടത്തും ഉണ്ട്, ഒരു പ്രാവശ്യം എഴുതാം. എക്സ് വൈ ഇസെഡ്. ഇനി മിച്ചം എന്താണുള്ളത്?
z² കൂടെ ഉണ്ട്. z²/2. ഇനി കോൺസ്റ്റന്റ് ആണ്, എല്ലാം കൂടെ പ്ലസ് സി എന്ന് കൊടുത്താൽ മാത്രം മതി. മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ ക്വസ്റ്റൻ നോക്കിയേ. ഇവാലുവേറ്റ് ദ ലൈൻ ഇന്റഗ്രൽ 0 to 3 to. ക്വസ്റ്റ്യൻ ഉണ്ട്, എന്ത് ചെയ്താൽ മതി? ഇത് ആദ്യം കൺസർവേറ്റീവ് ആണെന്ന് പറയുക. അതായത് കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? കേൾ ഓഫ് 0 അല്ലെങ്കിൽ ഇവിടുന്ന് എം എൻ എടുക്കാമല്ലോ. എം എന്താണ്? എം എന്ന് പറയുന്നത് ഡി എക്സിന്റെ കൂടെ വരുന്ന 3x²e⁻y. എൻ എന്താണ്? ഡി വൈയുടെ കൂടെ വരുന്ന x³ e⁻y. ഇത് കൺസർവേറ്റീവ് ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യും. കൺസർവേറ്റീവ് എന്ന് പറയുന്നത് ഇറോട്ടേഷനുമാണ്. അപ്പൊ ∂m/∂y എന്താണ്? ∂m/∂y 3x²e⁻y. ∂n/∂x എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പൊ അതും 3x²e⁻y. രണ്ടും ഈക്വൽ അല്ലേ? അപ്പൊ എന്ത് പറയാം? ∂m/∂y equal to ∂n/∂x. Therefore, it is said to be conservative. ഇത് കൺസർവേറ്റീവ് ആണ്. കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറോട്ടേഷനിലാണ്. കൺസർവേറ്റീവ് എന്ന് പറയാം, ഇറോട്ടേഷൻ എന്ന് പറയാം അല്ലേ? ഇവിടുത്തെ വെക്ടർ ഫീൽഡ് എഫ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണ്. എഫ് എന്ന് പറയുന്നത് എഫ് ഈസ് സെറ്റ് ടു ബി കൺസർവേറ്റീവ് ഓർ ഇറോട്ടേഷണൽ, രണ്ടുമാണ്. ഇനി എന്താണ്? കൺസർവേറ്റീവും ഇറോട്ടേഷനും ആണെങ്കിൽ എന്ത് പറയാം? നമുക്ക് എഫ് ഈക്വൽ ∇φ എന്ന് എഴുതാൻ പറ്റും. എഫ് ഈക്വൽ ∇φ കൺസർവേറ്റീവ് ആയതുകൊണ്ട് സിൻസ് എഫ് ഈസ് കൺസർവേറ്റീവ് വി ക്യാൻ റൈറ്റ് ആസ് എഫ് ഈക്വൽ ടു ∇φ. എന്താണ് എഫ്? ഇവിടുന്ന് എഫ് കണ്ടുപിടിച്ചതാണ്. എഫ് എന്താണ്? ഇവിടുന്ന് എഫ് അല്ല ഉള്ളത്. എഫ് എന്ത് വരും? ഈ ഡി എക്സിന്റെ സ്ഥാനത്ത് ഐയും ഡി വൈയുടെ സ്ഥാനത്ത് ജെയും കൊടുത്താൽ മാത്രം മതി. 3x²e⁻y ആയി. പ്ലസ് അവിടെ ഡി വൈയുടെ സ്ഥാനത്ത് ജെ, x³ e⁻y j ഈക്വൽ ടു ∇φ എന്താണ്? I ∂φ/∂x പ്ലസ് j ∂φ/∂y. ഇവിടെ രണ്ടെണ്ണല്ലേ ഉള്ളൂ, കെ ഇല്ല. ∂φ/∂y അവിടെ ഇസന്റെ ടേം ഇല്ല. അപ്പൊ എന്താണ്? ഒന്ന് കമ്പയർ ചെയ്യുക. കമ്പയറിംഗ് ബോത്ത് സൈഡ്സ് വി ഗെറ്റ് ∂φ/∂x ഈക്വൽ ടു ഐയുടെ കൂടെ വരുന്ന 3x²e⁻y. ജെയുടെ കൂടെ വരുന്നത് ഈക്വൽ ആണ്. അപ്പം ∂φ/∂y ഈക്വൽ ടു ജെയുടെ കൂടെ വരുന്ന x³ e⁻y. ഇവിടെ രണ്ട് ടേമേ ഉള്ളൂ, മൂന്ന് ടേം ഇല്ല. ഇവിടെ എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോഴത്തേക്ക് 5 ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് 3x² x³ 3e⁻y പ്ലസ് ഒരു കോൺസ്റ്റന്റ് എഫ് ഓഫ് എക്സിന് ചെയ്തപ്പം y വരുന്നത് പ്ലസ് എഫ് ഓഫ് y. ഇസഡ് ഇല്ലല്ലോ ഇവിടെ. ഇവിടെ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു y. വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ എന്ത് വരും? 5 ഈക്വൽ ടു x³ e⁻y തന്നെയാണ്. പ്ലസ് ഒരു കോൺസ്റ്റന്റ്, അത് g ഓഫ് എക്സ്. y എടുത്തപ്പോൾ എക്സിന്റെ ഫംഗ്ഷൻ കോൺസ്റ്റന്റ്. രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 ഈക്വൽ ടു നമുക്ക് സ്കേലാർ പൊട്ടൻഷ്യൽ 5 കിട്ടും. 5 എന്ന് പറയുന്നത് x³ e⁻y രണ്ടിടത്തും ഉണ്ട്, ഒരു തവണ എഴുതാം. x³ e⁻y പ്ലസ് കോൺസ്റ്റന്റിന് പകരം പ്ലസ് സി. അപ്പൊ ഇതാണ് സ്കേലാർ പൊട്ടൻഷ്യൽ 5. അപ്പൊ ഇനി എന്ത് ചെയ്യാം? സ്കേലാർ പൊട്ടൻഷ്യൽ 5 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി ഇത് കണ്ടുപിടിക്കാൻ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഇന്റഗ്രൽ 0 to 3 to 3x²e⁻y dx പ്ലസ് x³ e⁻y dy. ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? φ ഓഫ് അപ്പർ ലിമിറ്റ് മൈനസ് φ ഓഫ് ലോവർ ലിമിറ്റ് കൊടുത്താൽ മാത്രം മതി. അതായത് φ ഓഫ് അപ്പർ ലിമിറ്റ് എന്താണ്? 3 2 മൈനസ് ലോവർ ലിമിറ്റ് എന്താണ്? 0 0. ഇത് കുറച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ആൻസർ ആകും φ ഓഫ് 3 2 എന്താണ്? ഇവിടെ എക്സിന് 3 എന്നും വൈക്ക് 2 എന്നും കൊടുത്താൽ മതി. അപ്പൊ 3³ e⁻² പ്ലസ് ഒരു സി മൈനസ് അവിടെ എന്താണ്? 0 0 വരുമ്പോഴേ 0 ഇല്ലേ? 0³ e⁻0 പ്ലസ് സി ആണ്. അപ്പൊ സിയും സിയും വെട്ടിപ്പോവും. ഇത് പക്ഷെ 0 ആണ്. ബാക്കി എന്ത് വരും? 3³ 81 ആണ്. 81 അല്ല, 3³ എന്താണ്? 3 × 3 9 × 3 27 ആണ്. 27 e² ആണ് ആൻസർ. ആൻസർ കിട്ടി കഴിഞ്ഞു. കണ്ടോ? അടുത്തൊരു ക്വസ്റ്റൻ ആണ്. നമുക്ക് വെക്ടർ ഫീൽഡ് എഫ് തന്നിട്ടുണ്ട്. ഇത് കൺസർവേറ്റീവ് ആണെന്ന് കണ്ടുപിടിക്കണം. അടുത്തെന്താണ്? ഇഫ് ഓഫ് ഫൈൻഡ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ആദ്യം കൺസർവേറ്റീവ് ആണെന്ന് പറയണം. അതായത് കേൾ ഓഫ് 0 എന്ന് കണ്ടുപിടിച്ചാൽ മതി. എന്താണ്? അല്ലെങ്കിൽ എന്താണ്? അവിടെ രണ്ടെണ്ണേ ഉള്ളൂ. അപ്പൊ എന്താണ്? എഫ് എന്ന് പറയുന്നത് 4y
പ്ലസ് 4xj ആണ്. അപ്പോൾ എം എന്താണ്? 4y ആണ്. എൻ എന്താണ്? 4x ആണ്. ഇതിന് വിത്ത് റെസ്പെക്ട് ടു y കണ്ടുപിടിക്കാം. ഡോ എം ബൈ ഡോ വൈ എന്താണ്? 4 വരും. ഇവിടുന്ന് ഡോ എൻ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാം. ഡോ എൻ ബൈ ഡോ എക്സ് എന്താണ്? അതും 4 ആണ്. രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ എന്ത് പറയാം? എഫ് ഈസ് സെറ്റ് ടു ബി കൺസർവേറ്റീവ്. എഫ് കൺസർവേറ്റീവ് ആണ്. അതായത് ഡോ എൻ ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. therefore എഫ് ഈസ് സെറ്റ് ടു ബി കൺസർവേറ്റീവ്. കൺസർവേറ്റീവ് ആണെങ്കിൽ റൊട്ടേഷനുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഈക്വൽ ഡെൽ ഫൈ എന്ന് പറയാം, അല്ലേ? എഫ് ഈക്വൽ ഡെൽ ഫൈ എന്ന് പറയാം. കൺസർവേറ്റീവ് ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് എഫ് ഈക്വൽ ടു ഡെൽ ഫൈ. എഫ് എന്താണ്? 4/i പ്ലസ് 4xj ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് പറയുമ്പോൾ ഐ ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ഫൈ ബൈ ഡോ ഇസഡ്. എന്ത് ചെയ്യണം? രണ്ട് സൈഡും കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഇസഡിന്റെ ടേം ഇല്ല, അപ്പോൾ അത് വേണ്ട. അഥവാ അത് എഴുതിപ്പോയാലും അതിന്റെ ടേം കമ്പയർ ചെയ്യുമ്പോൾ 0 കിട്ടുള്ളൂ. എന്താണ്? കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഐ വരുന്ന രണ്ടും ഈക്വൽ ആണ്. അതായത് ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു 4y. ജെ വരുന്ന രണ്ടും ഈക്വൽ ആണ്. അതായത് ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു 4x. ഇതിനെ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യാം, വിത്ത് റെസ്പെക്ട് അല്ല എക്സ് ചെയ്യാം. അപ്പോഴേ ഫൈ ഈക്വൽ ടു 4xy പ്ലസ് ഒരു കോൺസ്റ്റന്റ് കൂടെ അതിനെ നമുക്ക് എഫ് ഓഫ് വൈ എന്ന് പറയാം. ഇവിടെ എന്താണ്? ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യാം. വിത്ത് റെസ്പെക്ട് y ചെയ്യുമ്പോഴത്തേക്ക് ഫൈ ഈക്വൽ ടു 4xy ആണ് പ്ലസ് ഒരു കോൺസ്റ്റന്റ് ജി ഓഫ് എക്സ്. അപ്പോൾ ഫൈ എന്താണ്? രണ്ടും കൂടെ ചേർത്ത് എഴുതിയാൽ മതി. ഫൈ എന്ന് പറയുന്നത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കേലാർ പൊട്ടൻഷ്യൽ ഫൈ. സ്കേലാർ പൊട്ടൻഷ്യൽ ഫൈ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്കേലാർ പൊട്ടൻഷ്യൽ ഫൈ എന്ന് പറയുന്നത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിലും 4xy ഉണ്ട്. ഒരു തവണ 4xy പ്ലസ് പിന്നെ കോൺസ്റ്റന്റ് ആണ് രണ്ടും കൂടെ സി. ഇങ്ങനെ കിട്ടി. ഇത് എന്തും കൂടെ വേണം? പൊട്ടൻഷ്യൽ എനർജിയും കൂടെ വേണം. എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ? -5 ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഈ ഫൈ കണ്ടുപിടിച്ചില്ലേ സ്കേലാർ പൊട്ടൻഷ്യൽ, അതിന് നെഗറ്റീവാണ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഇവിടെയുള്ള എനർജി എന്ന് പറയുന്നത് -5 ആണ്. അതായത് മൈനസ് സ്കേലാർ പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ എന്ത് വരും? -4xy മൈനസ് സി എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ കോൺസ്റ്റന്റ്സ് എ ബി ആൻഡ് സി. നമുക്ക് കോൺസ്റ്റന്റ് ഇതിനകത്തുള്ള എയും ബിയും സിയും കണ്ടുപിടിക്കണം. കണ്ടീഷൻ എന്താണ്? ഇറോട്ടേഷൻ ആണ്. ഈ തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡ് എഫ് എന്ന് പറയുന്നത് ഇറോട്ടേഷൻ ആണ്. ഇറോട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കേൾ ഓഫ് 0 ആണ്. കേൾ ഓഫ് 0 ആണെന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എയും ബിയും സിയും കിട്ടും. ആ കിട്ടുന്ന നമ്മുടെ സ്കേലാർ പൊട്ടൻഷ്യൽ ഇല്ലേ, ഈ ഐ ബി സിയുടെ വാല്യൂ കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് സ്കേലാർ പൊട്ടൻഷ്യൽ കൂടെ കാണണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്? ഗിവൺ ദാറ്റ് എഫ് ഈസ് ഇറോട്ടേഷണൽ. എഫ് ഈസ് ഇറോട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കേൾ ഓഫ് 0 ആണ്. സിൻസ് എഫ് ഈസ് ഇറോട്ടേഷണൽ കേൾ ഓഫ് ഈക്വൽ ടു 0. അതായത് കേൾ ഓഫ് എന്താണ്? ഡിറ്റർമിനന്റ് ഐ ജെ കെ. ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസെഡ്. എന്താണ് എക്സിന്റെ കൂടെ വരുന്നത്? എ എക്സ് വൈ പ്ലസ് ബി ഇസെഡ് ക്യൂബ്. വൈയുടെ കൂടെ വരുന്നത് 3x² മൈനസ് സി ഇസെഡ്. കെയുടെ കൂടെ വരുന്നത് എന്താണ്? 3xz² മൈനസ് വൈ കെ ഡോ ബൈ ഡോ ഇസെഡ്. ഇങ്ങനെ വരും. എന്താണ് ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഈക്വൽ ടു 0 ആണ്. ഇത് 0 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 0 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് വരും? ഐ ഇൻറ്റു ഐ എടുക്കുമ്പോൾ എന്താണ്? ഐയുടെ കോളവും ഇല്ല, ഐയുടെ റോയും ഇല്ല. ബാക്കി ഡോ ബൈ ഡോ വൈ ഓഫ് ഇത് എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു ഐ ആണ്. അവിടെ ഒരു -1 മാത്രം. മൈനസ് ഐ എടുത്തതാണ്. അപ്പം ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് ഇതെന്ത് വരും? മൈനസ് സി മാത്രം. മൈനസ് മൈനസ് സി മൈനസ് മൈനസ് സി മൈനസ് ജെ ഇൻറ്റു ജെ എടുക്കുമ്പോൾ എന്താണ്? ജെയുടെ റോയും ജെയുടെ കോളവും ഇല്ല. അപ്പം ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇതെന്താണ്? 3z² അല്ലേ? ഡോ ബൈ ഡോ എക്സ് ഓഫ് ആണ്. അപ്പോൾ എക്സ് പോയിട്ട് 3z² ഇതില്ല. ജെ എടുത്താണ്. അപ്പം ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് ഇതെന്താണ്? ഇസെഡിന് 3bz² അല്ലേ? മൈനസ് 3bz² പ്ലസ് കെ ഇൻറ്റു കെ എടുക്കുമ്പോൾ എന്താണ്? കെയുടെ ആ കോളം ഇല്ല, കെയുടെ റോയും ഇല്ല. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് 6x മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് എന്ത് വരും? വിത്ത് റെസ്പെക്ട് വൈ ആണ് ax
ഈക്വൽ ടു 0 എന്നാണ്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്തേ. അതായത് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0i + 0j + 0k എന്നാണ്. 0 എന്ന് പറഞ്ഞാൽ 0i + 0j + 0k ആണ്. ഒന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഐയുടെ കൂടെ വന്ന് രണ്ടും ഈക്വലാണ്. അതായത് -1 + c, അത് 0 ആണ്. അപ്പോൾ c എന്ത് വരും? 1 എന്ന് കിട്ടും. സിക്ക് വാല്യൂ കിട്ടി 1 എന്ന്. ഇനി എന്താണ്? ജെയുടെ കൂടെ വന്ന രണ്ടും ഈക്വലാണ്. അപ്പോൾ ഒരു മൈനസ് അവിടെ ഉണ്ട്. -3z² - 3bz² = 0 എന്നാണ്. അപ്പോൾ എന്താണ്? 3z² - 3bz² 0 ആണ്. അപ്പം ബി എന്ത് വരും? b1 ആണ് അല്ലേ? b1 ആണ്. b1 വരുമ്പോഴല്ലേ അത് ശരിയാവുള്ളൂ. ചെയ്ത് നോക്കിയാൽ മതി. b1 വരുമ്പോഴാണ് അത് ശരിയാവുന്നത്. b1 കിട്ടി. ഇനി സി എന്താണ്? അപ്പൊ C1 കിട്ടി, B1 കിട്ടി. ഇനി എ ഇവിടെ കണ്ടുപിടിക്കണം. എക്ക് എന്താണ്? ലാസ്റ്റ് ഇത് കൂടെ എന്ത് വരും? 6x - ax എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ 6x = ax ആണ്. അപ്പൊ എക്സും എക്സും വെട്ടിപ്പോകുമ്പോൾ a = 6 ആണ്. അപ്പൊ എന്തൊക്കെ വാല്യൂസ് കിട്ടി? a 6 ആണ്, b 1 ആണ്, c 1 ആണ്. വാല്യൂസ് കിട്ടി. a 6 ആണ്, b 1 ആണ്, c 1 ആണ്. ഓക്കെ. അപ്പം നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? അപ്പോൾ ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു. നമ്മൾ എയും ബി സിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി എന്താണ്? നമ്മുടെ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് എയുടെ സ്ഥാനത്ത് 1 എന്ന് കൊടുക്കും. എയുടെ സ്ഥാനത്ത് 6, a 6 അല്ലേ? അപ്പോൾ 6xy b 1 ആണ് പ്ലസ് z³ i പ്ലസ് സിക്ക് 1 ആണ് 3x² - zj പ്ലസ് ഇവിടെ എയും ബി ഒന്നും ഇല്ല. 3xz² - yk. ഇതാണ് എഫ് കിട്ടിക്കഴിഞ്ഞു. അപ്പം നമുക്ക് എയും ബി സിയും കിട്ടിക്കഴിഞ്ഞു. ആ വാല്യൂസ് കൊടുത്താണ് എഫിന് എഴുതിയത്. ഇനി എന്ത് പറയണം? നമ്മുടെ കേളഫ് അല്ലല്ലോ, ഇത് കൺസർവേറ്റീവ് ആണ് തന്നിട്ടുണ്ട്, ഇറോട്ടേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് F = ∇φ എന്ന് എഴുതാൻ പറ്റും. F = ∇φ എന്ന് എഴുതാൻ പറ്റുമല്ലോ. അതായത് എഫ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളതാണ്. ∇φ എന്താണ്? I ∂φ/∂x പ്ലസ് j ∂φ/∂y പ്ലസ് k ∂φ/∂z അല്ലേ? ഒന്ന് രണ്ടും കൂടെ കമ്പയർ ചെയ്തേ. F = ∇φ എന്ന് എഴുതാൻ പറ്റും. അതായത് ∇φ എന്ന് പറയുന്നത് I ∂φ/∂x പ്ലസ് j ∂φ/∂y പ്ലസ് k ∂φ/∂z ആണ്. ഒന്ന് കമ്പയർ ചെയ്യുമ്പം ഐയുടെ കൂടെ വരുന്ന രണ്ടും ഈക്വൽ ആണ്. അതായത് ∂φ/∂x എന്ന് പറയുന്നത് 6xy പ്ലസ് z³. നമുക്ക് സ്കേലാർ പൊട്ടൻഷ്യൽ 5 കണ്ടുപിടിക്കണം. അടുത്ത് ∂φ/∂y എന്താണ്? ∂φ/∂y എന്ന് പറയുന്നത് ജെയുടെ കൂടെ വരുന്ന 3x² - z. ∂φ/∂, ഇത് z ആണ്. ∂φ/∂z എന്താണ്? കെയുടെ കൂടെ വരുന്ന 3xz² - y ആണ്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y x ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x ചെയ്യാം. അപ്പോൾ എന്ത് വരും? 5 = വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുമ്പോൾ 6x² / 2y എക്സിനാണ് പ്ലസ് xz³ പ്ലസ് ഒരു കോൺസ്റ്റന്റ്. അത് എഫ് ഓഫ് എക്സിനായതുകൊണ്ട് വൈയും ഇസഡും ചേർന്ന് വരുന്ന ഫംഗ്ഷനാണ് കോൺസ്റ്റന്റ്. അപ്പോൾ എന്ത് വരും? 3x² / 5 = 3x² y പ്ലസ് xz³ പ്ലസ് എഫ് ഓഫ് വൈ ഇസഡ് എന്ന് കിട്ടി. ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യാം. അപ്പോൾ എന്ത് വരും? 5 = വിത്ത് റെസ്പെക്ട് ടു y ആണ് 3x²ന് 3x² y മൈനസ് y ആണ് -yz പ്ലസ് ഒരു കോൺസ്റ്റന്റ് g ഓഫ് yക്ക് ആയതുകൊണ്ട് എക്സും ഇസഡും ചേർന്ന് വരുന്ന ഫംഗ്ഷൻ. ലാസ്റ്റ് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു z ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു z ചെയ്യുമ്പോൾ 5 = z 3xz³ / 3 -yz പ്ലസ് ഒരു കോൺസ്റ്റന്റ് h ഓഫ് എക്സും വൈയും. ഇത് മൂന്നും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്കേലാർ പൊട്ടൻഷ്യൽ, അതായത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ 5 എഴുതാം. എന്താണ് 5 എന്ന് പറയുന്നത്? 3x² y രണ്ടിടത്തുണ്ട്. അത് എഴുതി ഒരു തവണ എഴുതി. 3x² y xz³ ഒരിടത്തേ ഉള്ളൂ, അത് എഴുതാം. xz³ -yz രണ്ടിടത്തുണ്ട്, ഒരിക്കൽ എഴുതാം. -yz. ഇനി കോൺസ്റ്റന്റ് ഉള്ളൂ പ്ലസ് c. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. 3x² y പ്ലസ് xz³ -yz പ്ലസ് c ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മുടെ KTUവിൻ്റെ 2019 സ്കീം അനുസരിച്ച് ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞു.
2015 സ്കീം നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ 2 മോഡ്യൂളാണ്. 2 മോഡ്യൂൾ കഴിഞ്ഞതാണ്. 2 മോഡ്യൂളിൻ്റെ ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞു. ഇപ്പം എന്താണ് 2019 സ്കീം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, താങ്ക് യു.